ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രഭാഷകൻ 3:26 അഹങ്കാരത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. കാരണം നമ്മുടെ ആത്മാവിലും മനസ്സിലും ഒരു തരത്തിലും മാലിന്യം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മുടെ സ്വർഗസ്ഥ പിതാവിന് നിർബന്ധമുണ്ട്. 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ഇന്നത്തെ കാലത്ത് നോക്കിയാൽ നിർബന്ധ ബുദ്ധിയും സാഹസബുദ്ധിയും മാത്രമേ കാണാനുള്ളൂ. നിർബന്ധ ബുദ്ധി എന്നത് സ്വന്തം അഭിപ്രായം മാത്രം ശരിയാണെന്ന് പിടിവാശി പിടിക്കുന്ന മനോഭാവമാണ്. ആരുടെ ഉപദേശം കേൾക്കാതെ ദൈവത്തിൻ്റെ വഴിയും മറ്റുള്ളവരുടെ നല്ല നിർദ്ദേശങ്ങളും അവഗണിച്ച് ജീവിക്കുമ്പോൾ അത് അവസാനം പ്രശ്നങ്ങളിലേക്കും നാശത്തിലേക്കും നയിക്കും. സാഹസബുദ്ധി എന്നത് ആലോചനയില്ലാതെ എടുത്തു ചാടുന്ന സ്വഭാവമാണ്. ഫലമെന്താകുമെന്ന് ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും അപകടത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്. ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും സ്വർഗത്തിലെത്തണമെന്നാണ് കർത്താവിൻ്റെ ഇഷ്ടം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ബൈബിൾ എന്ന് പറയുന്നത് ജീവൻ്റെ വചനമാണ്. നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഈശോയാകുന്ന വൃക്ഷം. ആ വൃക്ഷത്തിൽ നിലനിന്നാലേ നമുക്കും വളരുവാൻ സാധിക്കുകയുള്ളൂ, ബലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈശോ എന്താ ചെയ്യുന്നത്? 2 കൈകളും ക്രൂശിൽ വിരിച്ച് പിടിച്ച് നമ്മോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. നമ്മൾ ഓരോ വചനവും പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈശോ നമ്മളെ എന്തുമാത്രം സ്നേഹിച്ചിട്ടാണ് കൊണ്ടു നടക്കുന്നതെന്ന്. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ സംഖ്യ 6-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ കേൾക്കാം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹറോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. അപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവ് എത്രമാത്രം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കൊതിച്ചിരിക്കുകയാണെന്നറിയാമോ? അതിനായിട്ടാണ് ഓരോ പുരോഹിതന്മാരെയും തിരഞ്ഞെടുക്കുന്നത്. ആ പുരോഹിതന്മാർ നമ്മുടെ നേരെ കൈ ഉയർത്തി ആശീർവദിക്കുമ്പോൾ ഇതുതന്നെയാണ് ഈശോ അവരിൽ കൂടെ പറയുന്നത്. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഈ സംഖ്യ 6:22-27 ഓരോ പുരോഹിതനും പറയാതെ തന്നെ പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ആമേൻ.